ഡൊണാൾഡ് ട്രംപ് ആളൊരു രസികനാണ്. അദ്ദേഹത്തിന് അനിഷ്ടകരമായ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ആ വാർത്തകളെല്ലാം ഹോക്സ് ആണ്. അതെല്ലാം വ്യാജ വാർത്തകളാണ്. ആ വാർത്തയുടെ ആധികാരികത അതോടെ തീർന്നു. ഇനിയും ആ ചോദ്യം ചോദിച്ച ആ മാധ്യമ സമ്മേളനത്തിൽ ആ മാധ്യമ പ്രവർത്തനം കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്, ഒരു ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് അദ്ദേഹത്തിന് ഇതേപോലെ ഒരു അസുഖകരമായ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, നിങ്ങൾ സൂക്ഷിച്ച് ചോദ്യം ചോദിച്ചോണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും വഷളാവും. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ആളാണ് ട്രംപ്. വേറെയും ചില ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് ഈ ജോർജ് എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അറിയാമല്ലോ, അത് ജെഫ്രി എപ്സ്റ്റീൻ, ഈ ലൈംഗിക ആരോപണം സംബന്ധിച്ചുള്ള കേസാണ്. ഒരു പക്ഷേ അതിൻ്റെ പേരിൽ ട്രംപ് ഇംപീച്ച്മെന്റ് നടപടികൾ വരെ നേരിട്ടേക്കാം. അതാണ് വാസ്തവം. അപ്പോൾ അത് വാർത്ത പ്രസിദ്ധീകരിച്ച വാൾ സ്ട്രീറ്റ് ജേർണലിനെതിരെ ഒരു റെക്കോർഡ് തുകയ്ക്കുള്ള ഒരു മാനനഷ്ട കേസാണ് ട്രംപ് ഫയൽ ചെയ്തത്. ഇപ്പോൾ എന്നിട്ടും വിടുന്നില്ല. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെതിരെയും സമാനമായി ട്രംപ് നീങ്ങുന്നു. അല്ല, ട്രംപിന് ഇതെന്താ പറ്റിയത്? ഇത്തരത്തിൽ ട്രംപിന് ഇങ്ങനെ നിരന്തരം മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ അത്രക്ക് ദുർബലനാണോ ഈ ട്രംപ്? അത്രക്ക് ദുർബലനാണോ, അത്രക്ക് മാനമുണ്ടോ? അതാണ് രണ്ടും ഒരുപോലെയുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മാനത്തിന് അദ്ദേഹം വിലയിട്ടിരിക്കുന്നത് $15 ബില്യൺ ആണ്. 15 ബില്യൺ. ഞാൻ അതിന്റെ ഏകദേശം ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ 1.25 ലക്ഷം കോടി രൂപ വരും. 1.25 ലക്ഷം കോടി രൂപ. തൊലിയുടെ കട്ടി വെച്ചുള്ള അളക്കലാണ് ആയിരിക്കാം, തൊലിക്കട്ടിക്കാണോ മാനത്തിനാണോ. എന്തായാലും ഇപ്പോഴത്തെ ചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അദ്ദേഹം ഒട്ടും മാറുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാ.